കോട്ടയം മണ്ഡലത്തിൽ എം.പി ഫണ്ട് വിനിയോഗം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചർച്ചയാകുന്നു. 100% ഫണ്ടും ചെലവഴിച്ചു എന്നാണ് തോമസ് ചാഴികാടൻ എം.പിയുടെ അവകാശവാദം. ഇക്കാര്യം സൂക്ഷ്മമായി പരിശോധിക്കണമെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പ്രതികരിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ 100% ഫണ്ട് ചെലവഴിച്ചത് ഉയർത്തിക്കാട്ടി തോമസ് ചാഴികാടൻ പ്രചരണം ആരംഭിച്ചിരുന്നു. കേന്ദ്രത്തിൽ നിന്നും ആദ്യ ഗഡുവായി ലഭിച്ച 7 കോടി രൂപ പൂർണ്ണമായും ചെലവഴിച്ചു എന്നായിരുന്നു അവകാശവാദം. രണ്ടാം ഘട്ടത്തിൽ ലഭിച്ച തുകയുടെ വിനിയോഗവും സമാനമായ രീതിയിൽ തന്നെ നടന്നു. എന്നാൽ തുക വകയിരുത്തിയതുകൊണ്ട് മാത്രം 100% ചെലവഴിച്ചു എന്ന് പറയാനാകില്ലെന്നാണ് UDF പറയുന്നത്. പദ്ധതികൾ 100% നടപ്പായെങ്കിൽ മാത്രമാണ് ഈ അവകാശവാദത്തിന് സാധിക്കുമെന്ന് UDF സ്ഥാനാർത്ഥിയും പറയുന്നു. വർക്ക് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം, ഞാൻ 100% ഉള്ള ഫണ്ടിന് വർക്ക് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം, അതേ പറയാൻ പറ്റുള്ളൂ. ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ കൃത്യമായി രേഖാപരമായി അത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. എന്നാൽ ആരോപണങ്ങൾ LDF പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. MP ഫണ്ട് വിനിയോഗത്തിൽ കേരളത്തിലെ ഏത് MPമാരെക്കാളും മുന്നിലാണെന്നാണ് ചാഴികാടനും പറയുന്നത്. പാർലമെന്റിലെ രേഖകൾ പരിശോധിച്ചാൽ ഇത് മനസ്സിലാകുമെന്നും തോമസ് ചാഴികാടൻ പറയുന്നു. ആദ്യഘട്ടത്തിൽ റിലീസ് ചെയ്ത് 7 കോടി രൂപയായിരുന്നു. രണ്ടാം ഘട്ടത്തിലെ 10 കോടി രൂപ ഒരുമിച്ച് റിലീസ് ചെയ്ത് ഏതാണ്ട് 5 കോടിയോളം പ്രായോഗികമായി നടപ്പായിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ആർക്കും പരിശോധിക്കാവുന്ന റെക്കോർഡ്സ് ഉണ്ട്. NK പ്രേമചന്ദ്രനും ശശി തരൂരുമെല്ലാം തോമസ് ചാഴികാടനേക്കാൾ കൂടുതൽ തുക ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് UDFന്റെ അവകാശവാദം. എന്നാൽ ചാഴികാടന്റെ നേട്ടം ഉയർത്തിക്കാട്ടി മുന്നോട്ടു പോകാനാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വിഷയം മണ്ഡലത്തിൽ സജീവ ചർച്ചയായിട്ടുണ്ട്. 24 കോട്ടയം.